ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മിത്സ് ആൻഡ് ഫാക്ട്സ്. എന്താണ് മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് മിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് തെറ്റായ ധാരണകളും എന്താണ് അതിൻ്റെ ട്രൂത്ത് എന്നുള്ളതുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ടെസ്റ്റിംഗ് ഈസ് എ സിംഗിൾ ഫേസ് ഇൻ SDLC. SDLC എന്താണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഒന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് SDLCയിലുള്ള ഒരു സിംഗിൾ ഫേസ് ആണ് ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന ഒരു സിംഗിൾ ഫേസ് ആണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇതാണ് അവിടെയുള്ള മിത്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ ട്രൂത്ത് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മിത്ത് ദാറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ജസ്റ്റ് എ ഫേസ് ഇൻ SDLC ആൻഡ് വി പെർഫോം ടെസ്റ്റിംഗ് ഓൺലി വെൻ ദ റണ്ണിംഗ് കോഡ് ഓഫ് ദ മൊഡ്യൂൾ ഈസ് റെഡി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു തെറ്റായ ധാരണ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ ഒരു ഫേസ് ആയിട്ട് മാത്രമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വരുന്നത്. ഇനി ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് എപ്പം മാത്രമാണ്? റണ്ണിംഗ് കോഡ്, അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഫേസും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ ഒരു ഫേസ് ആയിട്ട് മാത്രമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യുന്നത് എപ്പം മാത്രമാണ്? റണ്ണിംഗ് കോഡ് ഡെവലപ്പ് ആയതിനു ശേഷം, ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഇനി എന്താണ് അതിൻ്റെ റിയാലിറ്റി? ബട്ട് ഇൻ റിയാലിറ്റി ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ആസ് സൂൺ ആസ് വി ഗെറ്റ് ദ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ഫോർ ദി software and the testing work continues throughout the SDLC even post implementation of the software. അപ്പം റിയാലിറ്റിയിൽ പറയുന്നത് എന്താണ്? ആ ഒരു ധാരണ തെറ്റാണ്. SDLCയിൽ വരുന്ന ഒരു സിംഗിൾ ഫേസ് ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കാണാൻ പറ്റില്ല. അതുകൂടാതെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിന് ശേഷമല്ല സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ റെഡി ആയതിനു ശേഷം. SRS ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന്, ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നും റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ അതിനൊരു ഡോക്യുമെൻ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്, SRS ഡോക്യുമെൻറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് മുതൽ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ഫേസിലും എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഫേസിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാന്നുള്ളത് കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ടെസ്റ്റിംഗ് ആണ്. ഒരിക്കലും കോഡിനെ മാത്രം ടെസ്റ്റ് ചെയ്യുന്നതല്ല സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണോ എന്ന് ഒന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ ഓരോ ഫേസിലും, ഇപ്പോൾ ഡിസൈൻ ഫേസിലാണെങ്കിലും ആ ഒരു ആർക്കിടെക്ചറൽ മോഡൽ ഡെവലപ്പ് ചെയ്തത് കറക്റ്റ് ആണോ, ഇനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് അതിൽ വേണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, നമ്മളുടെ സോഫ്റ്റ്വെയർ കസ്റ്റമറിന് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വരുന്ന സമയത്ത് വീണ്ടും ടെസ്റ്റിംഗ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒന്നാമത്തെ മിത്തിൽ പറയുന്ന ഇത്രയാണ്. മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ ഒരു സിംഗിൾ ഫേസ് ആണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇതാണ് അവിടുത്തെ തെറ്റായിട്ടുള്ള ധാരണ. അതുപോലെ തന്നെ എന്താണ്? റണ്ണിംഗ് കോഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഇനി അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ മിത്ത് വരുന്നത് ടെസ്റ്റിംഗ് ഈസ് ഈസി. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് രണ്ടാമത്തെ മിത്തിൽ വരുന്നത്. This myth is more in the mind of students who have just passed out and wants to start a career in testing. The general perception is that software testing is an easy job wherein test cases are executed with testing tools only. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് എന്താണ്? കുറച്ച് ഈസി ആയിട്ടുള്ള ജോബാണ്. അപ്പം നമ്മൾ പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു കോമൺ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈസിയാണ്. ഇതാണ് ആ മിത്തിൽ പറയുന്നത്.
ഇനി അങ്ങനെ ഈസി ആവാൻ കാരണം എന്താണ് വിചാരിക്കുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടൂൾസ് വെച്ചിട്ടാണ്. ആ ടൂൾസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇതാണ് കോമൺ ആയിട്ട് എല്ലാവരുടെയും മൈൻഡിലുള്ളൊരു കൺസെപ്റ്റ്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിനേക്കാളും എളുപ്പമാണ്. അപ്പോൾ ഒരുപാട് പേര് ഡെവലപ്മെൻറ്റിലേക്ക് അതായത് കോഡിംഗ് ഒന്നും വലിയ താല്പര്യമില്ലാത്തവർ പറയുന്നത് എന്താണ്? ടെസ്റ്റിംഗ് പഠിക്കാൻ പോവുക, ടെസ്റ്റിംഗ് കുറച്ചും കൂടെ ഈസിയാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇനി എന്താണ് അതിൻ്റെ റിയാലിറ്റി? But in reality, testers' job is not easy, as they have to plan and develop the test cases manually, and it requires a thorough understanding of the project being developed with ഓവറോൾ ഡിസൈൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ധാരണ എന്ന് പറയുന്നത് തെറ്റാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നതും ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ടഫായിട്ടുള്ള, ഡെവലപ്മെൻറ്റ് പോലെ തന്നെയുള്ള ഒരു ടാസ്ക്കാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യണം. ആ ടെസ്റ്റ് കേസസ് വെച്ചിട്ടാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ ഈ ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്താണ്? ഡെവലപ്മെൻറ്റിൽ കോഡിംഗ് ചെയ്യുന്നത് എത്രത്തോളം ടഫാണോ അതുപോലെ തന്നെയാണ് ടെസ്റ്റിങ്ങിൽ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യുക എന്നുള്ള ടാസ്ക്. ഇപ്പോൾ ഒരു ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റർക്ക് കംപ്ലീറ്റ് ആ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ കോഡിങ്ങിലായാലും അയാൾക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. എന്താണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോഡിനെ പറ്റിയൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്ററിന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. Overall, testers have to shoulder a lot of responsibility, which sometimes make their job even harder than that of a developer. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്ററിന് അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ചിലപ്പോൾ അത് ഒരു ഡെവലപ്പറിനേക്കാൾ കൂടുതലായേക്കാം. അതുകൊണ്ട് ഒരിക്കലും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിനേക്കാളും വളരെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണെന്ന് വിചാരിക്കരുത്. ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മിത്ത് വരുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഈസ് വർത്ത് മോർ ദാൻ ടെസ്റ്റിംഗ്. This myth prevails in the mind of every team member and even in freshers who are seeking jobs. As a fresher, we dream of a job as a developer. Testing is considered as a secondary ജോബ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റിങ്ങിനെ ഒരു സെക്കൻഡറി ജോബായിട്ടാണ് കാണുന്നത്. പ്രൈമറി ആയിട്ട് കാണുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു നല്ല ജോബ് എന്ന് പറയുമ്പം ആദ്യം എന്താണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ടെസ്റ്റിങ്ങിനെ ഒരു സെക്കൻഡറി ജോബായിട്ടാണ് അവിടെ കാണുന്നത്. അതിനുള്ള റീസൺ എന്താണ്? തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മിത്ത് തന്നെയാണ് അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. ബട്ട് ടെസ്റ്റിംഗ് ഹാസ് നൗ ബിക്കം ആൻ എസ്റ്റാബ്ലിഷ്ഡ് പാത്ത് ഫോർ job seekers. Testing is a complete process like development, so the testing team enjoys equal status and importance as the development team. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴത്തെ കാലത്തുണ്ട്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഇപ്പം നമ്മൾ ഇവല്യൂഷനിൽ പറഞ്ഞു. ഇവല്യൂഷനിൽ ഓരോ ഫേസ് കഴിയുമ്പോഴും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലാസ്റ്റ് ഫേസിലേക്ക് എത്തിയപ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ വേറൊരു പ്രോസസ്സായിട്ട് കാണണം. ഒരിക്കലും ഡെവലപ്മെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് ടെസ്റ്റിംഗ് എന്ന് വിചാരിക്കരുത്. രണ്ട് ടാസ്കിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ അതേ സ്റ്റാറ്റസ് ആർക്കും കിട്ടണം? സോഫ്റ്റ്വെയർ ടെസ്റ്ററിനും കിട്ടണം. ഇനി അടുത്തത് കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ഈസ് പോസിബിൾ. എന്താണ്? തെറ്റായ ഒരു ധാരണയാണ്. കംപ്ലീറ്റ് ടെസ്റ്റിംഗ് പോസിബിൾ ആണ്. ദിസ് മിത്ത് ഓൾസോ എക്സിസ്റ്റ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ടീം. ഓൾമോസ്റ്റ് എവറി പേഴ്സൺ who has not experienced the process of designing and executing the test cases manually feels that complete testing is possible. അവിടെ വരുന്ന മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? കംപ്ലീറ്റ് ടെസ്റ്റിംഗ് പോസിബിൾ ആണ്. പക്ഷേ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രൊവൈഡ് ഓൾ ദി പോസിബിൾ ഇൻപുട്സ് ടു ദി test the software, as the input domain of even a small program is too large to test. അപ്പോൾ നമ്മൾ എന്താണ് വേരിയസ് ഇൻപുട്ട് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളത് തന്നെയാണ് ടെസ്റ്റിങ്ങിൻ്റെ
ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഇൻപുട്ട് ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സോഫ്റ്റ്വെയറിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് വളരെ വലുതായിരിക്കും. അപ്പോൾ വലിയ വലിയ സോഫ്റ്റ്വെയറിലൊക്കെ എല്ലാ ഇൻപുട്ടും വെച്ച് നമുക്ക് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്നുള്ളത് എന്താണ് വളരെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അത് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻ വെച്ചിട്ട് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമെങ്കിലും ഒരു കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ഒരു സോഫ്റ്റ്വെയറിൽ പോസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് വരുന്നത് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ. Most of the team members who are not aware of testing as a process still feel that testing cannot commence before coding, but this is not true. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ മിത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു റണ്ണിങ് കോഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം വരുന്ന പ്രോസസ്സ് അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആസ് മെൻഷൻഡ് earlier, the work of a tester begins as soon as we get the specification. എവിടെ വെച്ച് തന്നെ ടെസ്റ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? സ്പെസിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ SRS ഡോക്യുമെൻ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ദ ടെസ്റ്റർ പെർഫോംസ് ടെസ്റ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് എവറി ഫേസ് ഓഫ് SDLC ഇൻ ദ ഫോം ഓഫ് വെരിഫിക്കേഷൻ ആൻഡ് പ്ലാൻസ് ഫോർ ദി വാലിഡേഷൻ ടെസ്റ്റിംഗ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? SDLCയിൽ വരുന്ന ഓരോ ഫേസും നമുക്ക് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പഠിച്ചതാണ്. ഓരോ ഫേസിൻ്റെയും എൻഡിങ്ങിൽ നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 ആക്ടിവിറ്റിയാണ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ വാലിഡേഷനും. അത് നമ്മൾ ഇനി എന്താണെന്ന് പഠിക്കും. He writes detailed test cases, execute the test cases, report the test result, etc. Testing after coding is just a part of all the testing activities. എന്താ പറഞ്ഞിരിക്കുന്നത്? ടെസ്റ്റിങ്ങിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ടെസ്റ്റ് കേസിനെ ഡിസൈൻ ചെയ്യണം, അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിൻ്റെ റിസൾട്ടിനെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്മെൻറ്റിന് ശേഷം വരുന്ന ആ ഒരു ടെസ്റ്റിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കോഡിങ്ങിന് ശേഷം വരുന്ന ആ ടെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ടെസ്റ്റിങ്ങിൽ വരുന്ന ഒരു പാർട്ട് തന്നെയാണ്. അല്ലാതെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിന് ശേഷം മാത്രമല്ല. എപ്പോഴാണോ സ്പെസിഫിക്കേഷൻ റെഡി ആവുന്നത് ആ ടൈം മുതൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ദ പർപ്പസ് ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു ചെക്ക് ദ ഫങ്ഷണാലിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ. ടുഡേ all the testing activities are driven by quality goals. Ultimately, the goal of testing is also to ensure quality of the testing. But quality does not imply checking only the functionalities of the modules. There are various things related to quality of the software for which test cases must be executed. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതൊരു തെറ്റായ ധാരണയാണ്. ഇനി എന്താണ് അതിൻ്റെ റിയാലിറ്റി? ഓൾ ദി ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ഡ്രിവൺ ബൈ ക്വാളിറ്റി ഗോൾസ്. ദ ഗോൾ ഓഫ് ടെസ്റ്റിംഗ് ഈസ് ഓൾസോ ടു എൻഷുവർ ക്വാളിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ. അപ്പം ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എറേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്താൽ മാത്രമേ ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ എയിം. എന്തും കൂടിയുണ്ട്? ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ എയിമായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ വരുന്നത് എനിവൺ ക്യാൻ ബി എ ടെസ്റ്റർ. ആർക്കും ഒരു ടെസ്റ്റർ ആവാം. അതായത് നിങ്ങളെപ്പോലെ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരാൾക്കൊരു ടെസ്റ്റർ ആവാം. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ദിസ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ മിത്ത് ദാറ്റ് ടെസ്റ്റിംഗ് ഈസ് ഈസി. അതായത് നമ്മൾ തൊട്ട് മുന്നേ ടെസ്റ്റിംഗ് ഈസി എന്നുള്ള ഒരു മിത്ത് പറഞ്ഞു. അതിൽ നിന്നും വന്നിട്ടുള്ള വേറൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് ആർക്ക് വേണമെങ്കിലും ടെസ്റ്റർ ആവാം. മോസ്റ്റ് ഓഫ് us think that testing is a simple process and it can be performed easily without any training. ഒരു ട്രെയിനിങ്ങിൻ്റെയും കാര്യമില്ലാതെ, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആവാന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. ആൻഡ് therefore anyone can be a
tester. As an established process, software testing as a career also needs training for various purposes, such as to understand various phases of software testing life cycle, recent techniques to design test cases, various tools and how to work on them. എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? പെട്ടെന്ന് ഒരാൾക്ക് ഒരു ടെസ്റ്റർ ആവാൻ പറ്റില്ല, പകരം അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. എന്തൊക്കെ അവർ പഠിക്കേണ്ടതായിട്ടുണ്ട്? നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന ഫേസസ്, അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. രണ്ടാമതായിട്ട് എന്താണ്? ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്സ് ആണോ യൂസ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. മൂന്നാമത് വരുന്നത് എന്താണ്? വേരിയസ് ടൂൾസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ദിസ് ഈസ് ദ റീസൺ ദാറ്റ് വേരിയസ് ടെസ്റ്റിംഗ് കോഴ്സസ് ഫോർ സർട്ടിഫൈഡ് ടെസ്റ്റേഴ്സ് ആർ ബീങ് റൺ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പോൾ ഒരുപാട് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് വേണ്ടി, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. കാരണം എന്താണ്, ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഒരാൾക്കൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആർക്കും വേണമെങ്കിലും ടെസ്റ്റർ ആവാന്നുള്ളത് തെറ്റായിട്ടുള്ള ധാരണയാണ്. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള കുറച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ എന്താണ്? ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് SDLCയിൽ വരുന്ന ഒരു സിംഗിൾ ഫേസ് ആണ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പകരം എന്താണ്, ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെയുള്ള വേറൊരു പ്രോസസ്സാണ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ റെഡി ആവുന്നത് അപ്പോൾ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യാം. റണ്ണിങ് കോഡ് റെഡി ആവണമെന്നില്ല. ഇനി അടുത്ത എന്താണ്? ടെസ്റ്റിംഗ് ഈസിയാണ്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു ജോബാണ്. പക്ഷേ എന്താണ്, ടെസ്റ്റിങ്ങും ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ അതേ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോബ് തന്നെയാണ്. ടെസ്റ്റിങ്ങിന്, അതായത് ഒരു ടെസ്റ്റർക്ക് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അയാൾക്ക് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് ആണെന്ന് പറയാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഈസ് വർത്ത് മോർ ദാൻ ടെസ്റ്റിംഗ്. ഒരിക്കലും ടെസ്റ്റിങ്ങിനേക്കാളും ടെസ്റ്റിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ജോബായിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റിനെ കാണാൻ പറ്റില്ല. അതായത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ജോബായിട്ട് കാണാൻ പറ്റില്ല. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി എന്താണ്? കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ഈസ് പോസിബിൾ. ഒരിക്കലും ഒരു കംപ്ലീറ്റ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ഇൻപുട്ട് ഡൊമൈൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഒരു ചെറിയ സോഫ്റ്റ്വെയറിൻ്റെ ഇൻപുട്ട് ഡൊമൈൻ എന്ന് പറയുന്നത് തന്നെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത എന്താണ്? ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. അതായത് പ്രോഗ്രാം ഡെവലപ്മെൻറ്റിന് ശേഷമേ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. എന്താണ് അതിൻ്റെ ട്രൂത്ത് വരുന്നത്? എപ്പോഴാണോ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ റെഡി ആവുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ ഫേസിൻ്റെ എൻഡിലും നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം. ഇനി അടുത്ത എന്താണ്? പർപ്പസ് എന്ന് പറയുന്നത്, ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള കുറച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ.